ഹലോ, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. ഇന്ന് നമുക്കൊരു സോയ ചങ്ക്സ് മസാല ഫ്രൈ ഉണ്ടാക്കാം. ഇതിലേക്ക് ആവശ്യമുള്ളത് മെയിനായിട്ട് സോയ ചങ്ക്സ് ആണ്. ഇവിടെ ഞാനൊരു 100 ഗ്രാം സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാനിലേക്ക് 1.5 ലിറ്റർ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കാം. 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യണം. സോയ നന്നായി സോക്ക് ചെയ്ത് വരണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോയയിലെ വെള്ളമെല്ലാം നന്നായി ഊറ്റി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് പിഴിഞ്ഞെടുക്കണം. സോയ ഒരുപാട് വെള്ളം അബ്സോർവ് ചെയ്യുന്നതായതുകൊണ്ട് അതിനുള്ളിലെ വെള്ളം നന്നായി പിഴിഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് കിട്ടില്ല. ഇനി വെള്ളം എല്ലാം ഒന്ന് പിഴിഞ്ഞ് കളയാം. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 സ്പൂൺ എണ്ണ ഒഴിക്കാം. 3 ടേബിൾ സ്പൂണാണ് ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായി ചൂടാവട്ടെ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ കടുകിടാം. ഇതിലേക്ക് ഒരു ചെറിയ ബൗൾ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞതാണ്. ഉള്ളിക്ക് പകരം സവാളയും ചേർക്കാം. അതിങ്ങോട്ട് ഇടാം. ഉള്ളി നന്നായി ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി ചേർക്കാം. ഒന്ന് വഴറ്റാം. ഇനി 1 സ്പൂൺ വെളുത്തുള്ളി ചേർക്കാം. ഇത് 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തീ നന്നായി കുറച്ച് വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒന്ന് വഴറ്റാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. ഒരു ടീസ്പൂൺ മീറ്റ് മസാല ആഡ് ചെയ്യാം. പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർക്കാം.
തക്കാളി നന്നായി വഴന്നു വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ അല്പം ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം. കാരണം സോയയിൽ അല്പം ഉപ്പിട്ടാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത്. ഉപ്പ് കൂടിപ്പോകരുത്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെക്കണം. നന്നായി ഇനി ഇത് ഫ്രൈ ആയി വരണം. സോയ ചങ്ക്സ് ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യണം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയ ബോൾസാണ്. അതുകൊണ്ടാണിത് കട്ട് ചെയ്യാതെ ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ ബോൾസ് ആണെങ്കിൽ ഇത് 2ആയിട്ടോ 3ആയിട്ടോ കട്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. സോയ ചങ്ക്സിൽ ഒരുപാട് പ്രോട്ടീൻസും അതുപോലെ തന്നെ ഫൈബേഴ്സും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ സോയ ചങ്ക്സ് മസാല ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. രുചികരമായ സോയ ചങ്ക്സ് മസാല ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസ് അറിയിക്കണം, ഷെയർ ചെയ്യണം. ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.